ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? നമുക്കിന്ന് മീൻ പൊള്ളിക്കാം അല്ലേ? അതിന് ഞാനിവിടെ കുറച്ച് പിലോപ്പിയ മീൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വെട്ടി അതിൻ്റെ തോലൊക്കെ ഉലിച്ച് കളയണം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ അതിൻ്റെ തോലൊക്കെ ഉലിച്ചെടുക്കണം. അങ്ങനെ ഞാൻ നന്നായിട്ട് തന്നെ തോലൊക്കെ കളഞ്ഞ് നല്ല പോലെ തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനൊന്ന് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കാം കേട്ടോ. അങ്ങനെ എല്ലാ മീനും നല്ലപോലെ തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. അങ്ങനെ എല്ലാ മീനും വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മളെ മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് നല്ലപോലെ തന്നെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വരഞ്ഞു വെച്ച മീനില്ലേ, അതെടുത്തിട്ട് അതിലേക്ക് ഈ മസാല നല്ല പോലെ തന്നെ ഞാൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മീനിലും ഞാൻ ഈ മസാല തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 2 ടീസ്പൂൺ സുർക്കയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മീൻ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മാറ്റി വെച്ചിട്ട് ഇനി അതെടുത്തിട്ട് അതിലേക്ക് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ മസാല ഇല്ലേ, അത് നല്ലപോലെ തന്നെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ മീനിലും മസാല നല്ലപോലെ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ 2 സവാള ചെറുതാക്കി അരിഞ്ഞതും അതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് ഇന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി, കുറച്ചിട്ടാൽ മതി കേട്ടോ. നമ്മൾ മസാലയിൽ 2 പ്രാവശ്യം ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 തക്കാളി ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നല്ലപോലെ തന്നെ ഒന്ന് വാടി വരട്ടെ കേട്ടോ. അത് നല്ലപോലെ വാടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ നല്ലപോലെ തന്നെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോൾ ഞാനൊരു വാഴയിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മസാലയില്ലേ, അത് കുറച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ മീനെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീനിൻ്റെ മേലെ മസാല ഇട്ട് കൊടുത്തിട്ട് ആ വാഴയില നമുക്ക് നല്ലപോലെ ഒന്ന് പൊതിഞ്ഞ് കൊടുക്കാം കേട്ടോ. അപ്പം അതടച്ച് ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട്. കണ്ട, ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കെട്ടി വെച്ച മീനുണ്ടല്ലോ വാഴയിലയിൽ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ നല്ലപോലെ കുറച്ച് വെക്കണം കേട്ടോ. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ മീൻ വേവാതെ ഇങ്ങനെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് തീ നല്ലപോലെ കുറച്ച് വെക്കണം. ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ നല്ലപോലെ കുറച്ചിട്ട് കൊടുക്കണം. അത് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-12 മിനിറ്റ് വരെ വേവിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ.
കണ്ടില്ലേ, നല്ല മണമൊക്കെ വരണുണ്ട് കേട്ടാ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മളുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇപ്പോൾ ഈ പിലോപ്പിയ മീൻ തന്നെ വേണമെന്നില്ല, ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ പൊള്ളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.